നമ്മളിപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ 100ാം വാർഷികം നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. സമസ്തയുടെ ഒരുപക്ഷെ അത്യപൂർവ്വം ആളുകൾക്ക് മാത്രമേ നൂറ്റാണ്ടിലെ ഒരു സമ്മേളനത്തിൽ കഴിയുള്ളൂ, അല്ലെ പങ്കെടുക്കാനൊക്കെ പറ്റുള്ളൂ. നമ്മളൊക്കെ അതിന് ഭാഗ്യം പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. നമ്മൾ എത്തിച്ചേരട്ടെ, 100ാം വാർഷികത്തിൽ പങ്കെടുക്കാനും അത് വിജയിപ്പിക്കാനൊക്കെ ഉള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു നൽകട്ടെ. സംസ്ഥയുടെ മുന്നിലുള്ള ഒരു 100ാം വാർഷികത്തിൻ്റെ ഒരു സ്വപ്നവും പദ്ധതികളും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഭാവി പദ്ധതികളൊക്കെ ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണല്ലോ, ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നല്ലേ. അപ്പോൾ ഈ വിശുദ്ധമാവുന്ന ഈ ആദർശമായിട്ട് ഒരു നൂറ്റാണ്ട് ഇവിടെ പ്രവർത്തിച്ചു. ഇനി തുടർന്നുള്ള നൂറ്റാണ്ടുകളിലും ഈ ആദർശ വിശുദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രമേയമാണ്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 100ാം വാർഷികം ഈ വരുന്ന 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ കാസർഗോഡിനടുത്ത് മുനിയിൽ പ്രത്യേകമായി തയ്യാർ ചെയ്യപ്പെട്ട മൈതാനിയിൽ അത് നടത്തപ്പെടും. അവിടെ ബഹുമാനപ്പെട്ട ഷാർജയുള്ള ഒരു ഏറ്റവും വലിയ ഒരു ബിസിനസ്സുകാരനായ ഇബ്രാഹിം ഹാജി സാഹിബ് അവർ പ്രത്യേകമായി കൊണ്ട് അവിടുത്തെ അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് അനുവദിച്ചു തരികയും അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബിസിനസ്സിൽ അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. സമസ്തനെ സഹായിക്കുന്ന എല്ലാവർക്കും എല്ലാ മേഖലയിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ 2026 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ വലിയ പരിപാടിയോടുകൂടി കാസർഗോഡ് വെച്ചുകൊണ്ട് നടത്തപ്പെടും. സമ്മേളനത്തിൽ പ്രധാനമായി സമ്മേളന നഗർണിക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവും പ്രസിഡൻ്റൊക്കെ ആയിരുന്നു വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഴവി മുല്ലക്കോയ തങ്ങൾ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്. വലിയ മഹാനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, വലിയ സൂഫിയായിരുന്നു, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട പ്രമുഖനായിരുന്നു. അവരെ ആ പുണ്യമായ നാമത്തിലാണ് സമ്മേളന നഗരി വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗർ. പിന്നെ സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് അതിന് ശേഷം ഇവിടെ വലിയ ഒരുപാട് പണ്ഡിതന്മാർ അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. പക്ഷേ അവരിലൊക്കെ ഏറ്റവും പ്രമുഖനായിരുന്ന ദീർഘകാലം സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കാര്യദർശിയായ വലിയ പ്രശ്നങ്ങളൊക്കെ അവരുടെ ആ കാലഘട്ടത്തിലാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ നിലപാടുകളിൽ ഉറച്ചതുകൊണ്ട് സധൈര്യം സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ഇവിടെ വേണ്ടതുപോലെ പ്രചരിപ്പിച്ച് അതിന് നേതൃത്വം നൽകിയ വലിയ മഹാന്മാർ പലരുണ്ട്. അതിൽപ്പെട്ട പ്രമുഖനാണ് മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമ ഖുദ്ദസല്ലാഹു. അപ്പോൾ അവരെ നാമത്തിലാണ് അവിടുത്തെ പ്രവേശനത്തിൻ്റെ പ്രധാന കവാടം. അപ്പോൾ അത് രണ്ടും കൂടി കൂടുമ്പോൾ തന്നെ ആ സമ്മേളനത്തിൻ്റെ ഒരു പ്രൗഢി വളരെ വലുതായിരിക്കും. ആ പഴയ പ്രതാപവും അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു അനുഗ്രഹമൊക്കെ വളരെ വലുതായിരിക്കും. പിന്നെ നമ്മൾ വിശ്വസിക്കണം, നമ്മളെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. ഇത് ദീനിൻ്റെ സംഘടനയാവുമ്പോൾ ആ ദീനിൻ്റെ സംഘടനയോട് ബന്ധപ്പെട്ട ഇതുപോലുള്ള വലിയ സമ്മേളനങ്ങളും മറ്റൊക്കെ നടത്തപ്പെടുമ്പോൾ നമ്മൾ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാ തുടങ്ങി വലിയ മഹാന്മാരോടൊക്കെ അവരെ മുൻനിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് തവസ്സുൽ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യും. സിയാറത്ത് ചെയ്യാൻ കഴിയണതായ മഹാന്മാരുടെ മഖ്ബറയിലൊക്കെ സിയാറത്ത് ചെയ്യും. അപ്പോൾ അതൊക്കെ കാരണം അവരെ ഒരു പ്രത്യേകമാവുന്ന ഒരു സഹായങ്ങളും അവരെ പ്രത്യേകമാവുന്ന ഒരു നോട്ടവും ഒക്കെ ഈ സമ്മേളനത്തിന് ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളവരാണ് നമ്മൾ. അപ്പോൾ അദൃശ്യമായ ഇപ്പോൾ ബദറിൽ പിന്നെ മലായികത്ത് സഹായിച്ചു എന്ന് പറഞ്ഞു എന്നതുപോലെ അവരെ സഹായങ്ങളൊക്കെ നമുക്കുണ്ടാവും. അത് മലായികത്തിൻ്റെ സഹായം അവിടെ ഉണ്ടാവും. ഇത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അതും അതിൻ്റെ ഒരു പ്രൗഢി തന്നെയാണ്. പിന്നെ
സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരുപാട് പോഷക സംഘടനകളുണ്ട്. 14ഓളം പോഷക സംഘടനകൾ. ഈ പോഷക സംഘടനകൾക്കൊക്കെ ഒരുപാട് പോഷക സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 14 പോഷക സംഘടനകളുടെയും വ്യത്യസ്തമാവുന്ന പല പ്രോഗ്രാമുകളും പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടും ഉണ്ടാവും. അതല്ലാതെ അവിടെ ഉണ്ടാവും അവരുടെ ചില സമ്മേളന നഗരിയിൽ അവരുടെ പല പ്രോഗ്രാമുകളും അതിനൊക്കെ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ടാവും. പിന്നെ അതാണ് ഇപ്പോൾ 4 മുതൽ കുറച്ച് ദിവസങ്ങളൊക്കെ അന്നേക്ക് വർദ്ധിപ്പിക്കാനുള്ള കാരണം. പിന്നെ പ്രചരണം എന്നുള്ളത് അത് നമ്മൾ പ്രചരണത്തിന് ആഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നമ്മളെ പ്രവർത്തകരും നേതാക്കന്മാരൊക്കെ അതിൻ്റെ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രചരണത്തിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിൻ്റെ ഔദ്യോഗികമായ നിലക്കുള്ള അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ സ്വഭാവങ്ങളും അതിൻ്റെ രീതികളൊക്കെ അവർ അടുത്ത ദിവസത്തിനുള്ളിൽ വിവരിക്കും. അതനുസരിച്ച് പിന്നെയും നടക്കും. പിന്നെ പ്രചരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ. അത് മംഗലാപുരം കൂട്ടാനുള്ള കാരണം മംഗലാപുരത്തിൻ്റെ ദക്ഷിണ കന്നഡയിലൊക്കെ നമ്മൾ കേരളത്തെ പോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടം വരെ ഒരു വലിയ സന്ദേശയാത്ര ഉദ്ദേശിക്കുന്നുണ്ട് നവംബറിൽ. തീയതികളൊന്നും നിശ്ചയിച്ചിട്ടില്ലെങ്കിലും അത് സമസ്തൻ്റെ അടുത്ത മുഷാവറയിൽ അതിൻ്റെ തീയതികളൊക്കെ നിശ്ചയിക്കപ്പെടും. അതൊക്കെ താത്വികമായി എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സന്ദേശയാത്രക്ക് ഓരോ ജില്ലകളിലും പിന്നെ വലിയ വലിയ സ്വീകരണങ്ങൾ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏർപ്പെടുത്തപ്പെടും. ജില്ലയിൽ ജില്ലാ നേതാക്കന്മാരുടെ നേതൃത്വത്തിലായിക്കൊണ്ട് മറ്റ് പോഷക സംഘടനകളുടെയും നേതാക്കന്മാരുടെ നേതൃത്വത്തിലായിക്കൊണ്ട് പ്രചരണങ്ങളൊക്കെ അങ്ങനെ നടത്തപ്പെടും. നമ്മുടെ ഇപ്പോൾ അവിടെ പിന്നെ നമ്മളെ ഈ പ്രചരണം തന്നെ നമ്മളിതൊരു ഒരു സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാലും അത് കേരള ഇതര സ്റ്റേറ്റുകളിലും ഇന്ത്യൻ്റെ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മളെ മലയാളികളുടെ എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തനം സജീവമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ലണ്ടനിൽ ഇതിൻ്റെ പ്രവർത്തനമുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിലും പല പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നമ്മളെ ആളുകളിലോട് ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കണം. UAE ഇമാറാത്തിൽ മുഴുവനും ശക്തമായ പ്രവർത്തനം. സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് കൺട്രികളിലൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരു ദേശീയമായ ഒരു പ്രചരണ ഉദ്ഘാടനം ദേശീയ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ വെച്ച് നടത്തണമെന്നും അന്തർദേശീയമായിട്ട് UAE വെച്ചിട്ട് ഒരു പിന്നെ പ്രചരണ ഉദ്ഘാടനം ആ സമ്മേളനത്തിൻ്റെ പ്രചരണ ഉദ്ഘാടനം അന്താരാഷ്ട്ര സ്വഭാവത്തിൽ ഡൽഹി പിന്നെ UAE വെച്ച് നടത്തുക. ഒരു ദേശീയ സ്വഭാവത്തിൽ പ്രചരണ ഉദ്ഘാടനം അതിനോട് ബന്ധപ്പെട്ട ഒരു ഒക്കെ ഡൽഹിയിൽ വെച്ച് ചെയ്യണമെന്നും കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ തീയതികളും ഇതൊക്കെ മുഷാവറിൽ അംഗീകരിച്ചതിന് ശേഷം പ്രഖ്യാപിക്കപ്പെടും.